ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് സാമ്പാറാണ് കേട്ടോ. സാമ്പാർ പൊടി ഇല്ല, അതിന് നല്ല ടേസ്റ്റിലും മണത്തിലുമുള്ള ഒരു അടിപൊളി സാമ്പാറാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കഷ്ണങ്ങളാണ് ഇവിടെ നുറുക്കി വെച്ചിട്ടുള്ളത്. മത്തണ്ട്, കുമ്പളങ്ങുണ്ട്, പച്ചക്കായ, അങ്ങനെ അത്യാവശ്യം കുറച്ച് കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു സവാളയാണ് ഇവിടെ നുറുക്കിയിട്ടുള്ളത്. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ലേശം പുളി എടുത്തിട്ടുണ്ട്, അതൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ആദ്യം പരിപ്പൊന്ന് വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പൊക്കെ വെന്ത് ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകൊന്ന് കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു വിസിലാണ് വേവിക്കേണ്ടത്, അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ വെന്തുടയും. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഈ സാമ്പാറിലേക്ക് നമുക്ക് നല്ല മണവും പ്രത്യേക രുചിയൊക്കെ കിട്ടണമെങ്കിൽ ഈ വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരു 4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മുറിച്ച് വെച്ച വെണ്ടയും തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. വെണ്ടയും തക്കാളിയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് വറവിടലാണ്. അപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രുചിയും മണവും ഉള്ള ഒരു സാമ്പാറാണ്. സാമ്പാർ പൊടി ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.